കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 25. പ്രഥമ സർക്കാരിനെ അട്ടിമറിച്ച പാഠപുസ്തക വിവാദങ്ങൾ. 1957 പ്രഥമ സർക്കാരിന്റെ കാലം മുതൽ കേരളത്തിൽ അധികാരത്തിലേറിയ ഇടതു വലത് സർക്കാരുകൾക്ക് തലവേദനയായി മാറിയത് അതത് കാലത്തുയർന്നു വന്ന പാഠപുസ്തക വിവാദങ്ങളാണ്. ഏതൊരു രക്ഷിതാവിനും തങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ അതിരുകടന്നതായിരിക്കും. കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഇത്തരം മൃദുല വികാരങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും യാതൊരടിസ്ഥാനവുമില്ലാത്ത പാഠപുസ്തക വിവാദങ്ങളുമായി രംഗത്തു വരുന്നത്. ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ റാഗിപ്പറക്കുന്ന ചെമ്പരുന്തും പാഠം പഠിപ്പിച്ച അധ്യാപകനെ ചവിട്ടിക്കൊല്ലുവാൻ കാരണമായ മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തക ഭാഗവുമെല്ലാം പാഠപുസ്തക വിവാദ ചരിത്രത്തിലെ പിൽക്കാല ദൃഷ്ടാന്തങ്ങളാണ്. 1957 പ്രഥമ സർക്കാരിന്റെ ഭരണകാലവും പാഠപുസ്തക വിവാദങ്ങളുടെ പ്രളയകാലമായിരുന്നു. വിശ്വമാനവികനായ വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ മലയാള കവി വൈലോപ്പിള്ളി വരെ അക്കാലത്ത് അക്ഷരവൈദികളായ രാഷ്ട്രീയക്കാരുടെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ കല്ലേറുകൊണ്ട് കുഴഞ്ഞു വീണു. ഹൈസ്കൂൾ ക്ലാസ്സിലെ പാഠ്യവിഷയമായ വൈലോപ്പിള്ളിയുടെ ആസാം പണിക്കാർ എന്ന കവിത വർഗസമര പ്രചാരണം നടത്തുന്നു എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം. വിക്ടർ ഹ്യൂഗോയുടെ നോവലിൽ നിന്നെടുത്ത ഇരുളും വെളിച്ചവുമെന്ന ഭാഗം കന്യാസ്ത്രീ മഠങ്ങളെപ്പറ്റി തെറ്റിദ്ധാരണ പരത്തുന്നു എന്നതായിരുന്നു കത്തോലിക്ക സഭയുടെ ആക്ഷേപം. ശ്രീ ജി കുമാരപിള്ളയുടെ സ്നേഹദൂതൻ പുരോഹിതന്മാരെയും കവയത്രി സുഗതകുമാരിയുടെ അഭയാർത്ഥിനി എന്ന കവിത സാക്ഷാൽ ദൈവം തമ്പുരാനെയും ആക്ഷേപിക്കുന്നുവെന്ന് ആത്മീയ ആചാര്യന്മാരും മതമേലധ്യക്ഷന്മാരും യാതൊരടിസ്ഥാനവുമില്ലാതെ പ്രചരിപ്പിച്ചു. മഹാകവി ഉള്ളൂരിന്റെ മായാഭ്രമം എന്ന കവിത പുരോഹിതന്മാരെ ദുഷിപ്പിക്കുമ്പോൾ ഒളപ്പമണ്ണയുടെ കവിയോട് എന്ന പദ്യം സ്വർഗരാജ്യമില്ലെന്നും ഭൗതിക ജീവിതമാണ് യാഥാർത്ഥ്യമെന്നും പ്രചരിപ്പിക്കുന്നതായി പ്രതിപക്ഷ നിരയിലെ നിരക്ഷര കുക്ഷികൾ നിയമസഭയിൽ ശൃഗാലജാല കോലാഹലം നടത്തി. ഭാഷാ പഠനങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഇത്തരത്തിലായിരുന്നെങ്കിൽ സാമൂഹ്യ പാഠപുസ്തകങ്ങളെപ്പറ്റി പരാതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6ാം ക്ലാസ്സിൽ കാൾമാർക്സിന്റെ ജീവചരിത്രം പാഠ്യവിഷയമാക്കിയിരിക്കുന്നു. 8ാം ക്ലാസ്സിൽ റഷ്യൻ ചൈനീസ് വിപ്ലവങ്ങളെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുമ്പോൾ ജപ്പാന്റെ പുരോഗതിയെക്കുറിച്ച് 3 വാചകങ്ങൾ മാത്രമേയുള്ളൂ. 11ാം ക്ലാസ്സിൽ ഏഷ്യയുടെ പുരോഗതിയെക്കുറിച്ച് പറയുന്നിടത്ത് ഇന്ത്യയെപ്പറ്റി മാത്രം മിണ്ടാട്ടമില്ല. റഷ്യയിലെ അണക്കെട്ടുകളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ഭക്രാനങ്കലിനെ പറ്റി യാതൊന്നും പറയുന്നില്ല. പുരോഹിതൻ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ആരാധനാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നില്ല? തീർച്ചയായും എനിക്ക് കരുണാമയനായ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. വെള്ളം കിട്ടാതെ ഉണങ്ങാൻ പോകുന്ന ഒരു ചെടിക്ക് ലേശം വെള്ളം ഒഴിക്കുന്നത്, വഴിയിൽ കിടക്കുന്ന മുള്ളെടുത്ത് മാറ്റിക്കളയുന്നതും നന്മ. ഇതാകുന്നു പ്രാർത്ഥന. അനന്തമായ പ്രാർത്ഥനയാകുന്നു ജീവിതം. 1957 അധികാരത്തിലേറിയ കേരളത്തിലെ പ്രഥമ സർക്കാരിനെതിരെ ഉയർന്ന പാഠപുസ്തക വിവാദത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നായകൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും അപൂർവ പ്രതിഭാസമായിരുന്നു ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. ആഖ്യയും ആഖ്യാതവും നോക്കാതെ സാഹിത്യരചന നടത്തുകയും എഴുതിയതത്രയും മാറ്റി മാറ്റി എഴുതി തനി തങ്കമാക്കി മാറ്റുകയും അത് മുഴുവൻ സ്വയം അച്ചടിപ്പിച്ച് തെരുവുകൾ തോറും തലച്ചുമടായി കൊണ്ടുനടന്നു വിറ്റ മനുഷ്യ കഥാനുകായി. സ്വദേശമായ തലയോലപ്പറമ്പിൽ നിന്നും നാഴിക പലതും താണ്ടി കോഴിക്കോട്ടെത്തി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച, പോലീസിന്റെ അടിയും ഇടിയും തൊഴിയും ചവിട്ടും യഥേഷ്ടം അനുഭവിച്ച, ഭാരതത്തിന്റെ മോചനത്തിനായി ജയിലിലും ലോക്കപ്പിലും ജീവിതത്തിന്റെ നല്ലൊരു കാലം കഴിച്ചുകൂട്ടിയ വീരവിഖ്യാത വിപ്ലവ സിംഹം. അതാണ് ജ്ഞാനപീഠ വിധികർത്താക്കൾ കാണാതെ പോയ സാക്ഷാൽ ബേപ്പൂർ സുൽത്താൻ എന്ന് പുകഴ്പെറ്റ വൈക്കം മുഹമ്മദ് ബഷീർ. 1938
ഉത്തരാർദ്ധത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രഥമഗണനീയനായ നേതാവും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനുമായി മാറിയ സഖാവ് KC ജോർജ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഒളിവ് ജീവിതം കഴിച്ചുകൂട്ടിയത് ബഷീറിന്റെ എറണാകുളത്തുള്ള ഒറ്റമുറി വസതിയിലായിരുന്നു. അക്കാലത്ത് മുഴുപട്ടിണിയും സാഹിത്യരചനയുമായി കഴിഞ്ഞുകൂടിയ ബഷീറിന് സഖാവ് KC ജോർജിന്റെ ഡോക്ടറായ സഹോദരി അയച്ചുകൊടുത്ത 15 രൂപ എന്ന മഹനീയ സംഖ്യ കൊണ്ടായിരുന്നു രണ്ടുപേരും മൃഷ്ടാന്നമുണ്ടതും ബഷീറിന്റെ എറണാകുളം ബോട്ട് ജെട്ടിയിലെ ബുക്ക് സ്റ്റാളിന്റെയും ഒറ്റമുറി വസതിയുടെയും വാടക കൊടുക്കുന്നതും. പിൽക്കാലത്ത് കേരളത്തിലെ 1.25 കോടി ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ നിയുക്തനായ പ്രഥമ സർക്കാരിന്റെ ഭക്ഷ്യമന്ത്രിയായി മാറി സഖാവ് KC ജോർജ്. സഖാവ് P കൃഷ്ണപിള്ള, TV തോമസ്, K ദാമോദരൻ, N ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ മഹാരഥന്മാർ അങ്ങനെ ആ വഴിയിൽ ബഷീറിന്റെ ആത്മസുഹൃത്തുക്കളായി മാറി. സഖാവ് കൃഷ്ണപിള്ളയെക്കുറിച്ച് കാൽപ്പാട് എന്ന പേരിൽ മനോഹരമായൊരു കഥ ബഷീർ എഴുതിയിട്ടുണ്ട്. 40കളുടെ ഉത്തരാർദ്ധത്തിൽ മംഗളോദയം ബുക്ക് സ്റ്റാളിൽ വെച്ചാണ് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുമായി ബഷീർ സൗഹൃദത്തിലാകുന്നത്. ആ വഴിയിലൂടെ തന്നെ കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായി മാറി. കത്തോലിക്കനായി ജനിച്ച് കോൺഗ്രസുകാരനായി ജീവിച്ച് ഒടുവിൽ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയ മുണ്ടശ്ശേരിയുടെ രൂപാന്തര പ്രാപ്തിയെപ്പറ്റി മുണ്ടേ സേത്തുങ് എന്നൊരു കുസൃതി കഥയും ബഷീർ എഴുതിയിട്ടുണ്ട്. 1957 പ്രഥമ സർക്കാരിൽ ബഷീറിന്റെ പ്രാണസുഹൃത്തുക്കളായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായും മുഴുപട്ടിണിയുടെ കാലത്ത് മൃഷ്ടാന്നമൂട്ടിയ സഖാവ് KC ജോർജ് ഭക്ഷ്യമന്ത്രിയായും തൊഴിൽ രഹിതനായി നാടുതണ്ടിയ കാലത്ത് കൈത്താങ്ങായി നിന്ന TV തോമസ് തൊഴിൽ മന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. അധികനാൾ കഴിയും മുൻപ് പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ആലുവ UC കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് ഒരു വൈകുന്നേരം എറണാകുളം ബോട്ട് ജെട്ടിയിലെ ബഷീറിന്റെ ബുക്ക് സ്റ്റാളിലെത്തി മന്ത്രി മുണ്ടശ്ശേരിയുടെ വലിയൊരാഗ്രഹം അറിയിച്ചു. ബഷീറിന്റെ എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്നു എന്ന നോവൽ 10ാം ക്ലാസ്സിലെ ഉപപാഠക പുസ്തകമാക്കാൻ അനുവാദം തരണം. ബഷീറെ, സമ്മതമല്ലെന്ന് പറയരുത്. കുറ്റിപ്പുഴ യാചനയോടെ പറഞ്ഞു. ബഷീറിന്റെ മറുപടി പെട്ടെന്നായിരുന്നു. എടോ കുറ്റിപ്പുഴ പിള്ളേച്ച, സമ്മതമല്ലാന്ന് ആ മണ്ടൻ നസ്രാണി ബെടുക്കൂസിനോട് ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്ക്. മറുപടി കേട്ട് വിളറി വെളുത്തു നിന്ന കുറ്റിപ്പുഴയെ സഹായിക്കാൻ കഥാകാരനായ കാരൂർ നീലകണ്ഠപിള്ള തൊട്ടടുത്ത കോഫി ഹൗസിൽ നിന്നും ബുക്ക് സ്റ്റാളിനുള്ളിലേക്ക് പറന്നിറങ്ങി. ഒടുവിൽ കാരൂരിന്റെ ശാസനയ്ക്ക് വഴങ്ങി ബഷീർ സമ്മതം മൂളി. മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പിന്നാക്കാവസ്ഥയെ അതിരൂക്ഷമായി പരിഹസിക്കുകയും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഉദാത്തമായൊരു സാഹിത്യരചനയാണ് എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്നു എന്ന നോവൽ. മുസ്ലിം സമുദായത്തെ അവഹേളിക്കാൻ ഇസ്ലാമിന് തന്നെ അപമാനമായ ബഷീർ എന്നൊരുത്തന്റെ അശ്ലീല പുസ്തകം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൊടുത്ത മുണ്ടശ്ശേരിയെ പന്തംകുളത്തി തലയിൽ കുത്തി തെരുവിലൂടെ ചാട്ടവാറടിച്ച് നടത്തിക്കണമെന്ന് സമുദായ ആചാര്യനായ ശ്രീ മന്നത്തു പത്മനാഭൻ ആക്രോശിച്ചു. പുസ്തകം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം സഭയുടെ നടുത്തളത്തിലിറങ്ങി. അക്ഷരവിരോധികളായ മലപ്പുറത്തെ ചില മാപ്പിളമാരും പെരുന്നയിലെ ചില നായന്മാരും പുസ്തകത്തിന്റെ ആയിരക്കണക്കിന് കോപ്പികൾ തെരുവിൽ കത്തിച്ചു. എന്നിട്ടും മുണ്ടശ്ശേരിയുടെ അനങ്ങാപ്പാറ നയം കണ്ട് വിരള് പിടിച്ച പ്രതിപക്ഷം പുസ്തകത്തിലെ അശ്ലീല പരാമർശമെങ്കിലും നീക്കണം എന്ന മിനിമം ഡിമാൻഡിലേക്ക് ചുരുങ്ങി. പുസ്തകത്തിലെ അശ്ലീലം കണ്ടുപിടിക്കാൻ മുണ്ടശ്ശേരി മാസ്റ്റർ പലവട്ടം പുസ്തകം ആവർത്തിച്ച് വായിച്ചെങ്കിലും ഒടുവിലത് കണ്ടുപിടിച്ചത് കോൺഗ്രസ് നേതാക്കളായ ശ്രീ KM ജോർജും ശ്രീ CA മാത്യുവുമായിരുന്നു. കല്ലുവെട്ടാങ്കുഴിയിൽ വഴുതി വീണ് കാലിന് പരിക്കുപറ്റിയ നോവലിലെ കൗമാരപ്രായക്കാരിയായ നായിക കുഞ്ഞു പാത്തുമ്മയ്ക്ക് യുവാവായ നായകൻ 'നിസാർ അഹമ്മദ് മരുന്ന് വെച്ച് കൊടുത്തപ്പോൾ അവളുടെ മുലകൾ
നിസാറിന്റെ ദേഹത്ത് മുട്ടാതിരിക്കാൻ അവൾ വില്ലുപോലെ വളഞ്ഞിരുന്നു എന്നൊരു ഭാഗം പുസ്തകത്തിലുണ്ടായിരുന്നു. ഇതിലെവിടെയാണ് അശ്ലീലമെന്ന് ചോദിച്ച മന്ത്രിക്ക് MLA-മാർ ഒന്നടങ്കം കുഞ്ഞു പാത്തുമ്മയുടെ മുലയെന്ന പദം ചൂണ്ടിക്കാണിക്കുകയും മന്ത്രി മുണ്ടശ്ശേരി തൽക്ഷണം അത് നീക്കിക്കളയാൻ ഉത്തരവിടുകയും ചെയ്തു. തന്നോട് ചോദിക്കാതെ തന്റെ നായികയുടെ മാറിടം ഛേദിച്ചവന്റെ കഥ കഴിക്കുമെന്ന് പിറ്റേന്ന് അന്ന് ഉന്മാദാവസ്ഥയിലായിരുന്ന ബഷീർ പരസ്യ പ്രസ്താവന നടത്തി. എന്നാൽ ആ പ്രതികാരദാഹം ബുക്ക് സ്റ്റാളിന് മുന്നിലെ വിലവിവര പട്ടിക എഴുതിയ പരസ്യപ്പലകയിൽ എഴുതി തീർക്കുകയായിരുന്നു സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ. കടയിൽ പ്രസ്തുത നോവലിന്റെ ബഷീർ സ്വന്തമായി അച്ചടിച്ച കോപ്പികളും തിരുത്തൽ വരുത്തി പാഠപുസ്തകമാക്കിയ കോപ്പികളുമുണ്ടായിരുന്നു. ബുക്ക് സ്റ്റാളിലെത്തിയവരും വഴിയാത്രക്കാരും ആ ബോർഡ് വായിച്ച് ചിരിച്ചു. എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു. വില മുലയുള്ളത് 2 അണ, മുലയില്ലാത്തത് 1 അണ. അന്ന് സമൂഹത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ചിരി ഒരു ശരാശരി മലയാളിയുടെ കപട സദാചാരത്തിന് നേർക്ക് തിരിച്ചു പിടിച്ച മുഖക്കണ്ണാടിയായിരുന്നു.